ഹായ് എല്ലാവർക്കും പ്ലൂട്ടോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രമാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ നോക്കാം. ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിനുള്ളത്? 21ാമതാണ്. അപ്പോൾ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിന്? 21ാമതാണ് കേരളത്തിന് ഉള്ളത്. ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന എത്ര ജില്ലകൾ കേരളത്തിലുണ്ട്? 2 ജില്ലകളാണ്. ഏതൊക്കെയാണ്? കാസർഗോഡും തിരുവനന്തപുരമാണ്. അപ്പോൾ ഒരു ജില്ലയുമായിട്ട് മാത്രം അതിർത്തി പങ്കിടുന്ന എത്ര ജില്ലകളാണ് കേരളത്തിലുള്ളത്? 2 ഏതൊക്കെയാണ്? കാസർഗോഡും തിരുവനന്തപുരവും. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണിത്, മലനാട്. അപ്പോൾ മലനാട് ഏറ്റവും കൂടുതലുള്ള ജില്ല ഏതാണ്? അത് ഇടുക്കിയാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട് എന്ന് പറയുന്നത്. അപ്പോൾ മലനാട് ഏറ്റവും കൂടുതലുള്ള എവിടെയാണ്? അത് ഇടുക്കിയിലാണ്. ഇടനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണ് അത് ലാറ്ററൈറ്റ് മണ്ണാണ്. അപ്പോൾ ഇടനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? അത് ലാറ്ററൈറ്റ് മണ്ണാണ്. മനോഹരമായ മീൻകുന്നം ബീച്ച്, തോട്ടട ബീച്ച്, കീഴുന്ന ബീച്ച് ഏത് ജില്ലയിലാണ്? അത് കണ്ണൂരിലാണ്. അപ്പോൾ നമ്മുടെ മീൻകുന്നം ബീച്ച്, തോട്ടട ബീച്ച്, കീഴുന്ന ബീച്ച്, ഈ ബീച്ചുകൾ എവിടെയാണ്? അത് കണ്ണൂരിലാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മണലിൽ നിന്ന് പ്രധാനമായി ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയമാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തീരപ്രദേശത്തെ മണലുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു ഏതാണ്? അത് തോറിയമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം എല്ലാവർക്കും അറിയാം, അത് കളിയിക്കാവിളയാണ്. അപ്പോൾ കേരളത്തിൻ്റെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം ഏതാണ്? അത് കളിയിക്കാവിളയാണ്. കേരളത്തിലെ നദികളിൽ മൈനർ വിഭാഗത്തിൽപ്പെടുന്ന ആകെ എണ്ണം എത്രയാണ്? 40 നദികളാണ്. അപ്പോൾ കേരളത്തിലെ നദികളിൽ മൈനർ വിഭാഗത്തിൽപ്പെടുന്ന ആകെ എണ്ണം എത്രയാണ്? 40 കേരളത്തിലെ തെക്കേ അറ്റത്തെ നദികളിൽ നീളം കുറഞ്ഞ നദി അയിരൂർ പുഴയാണ്. അപ്പോൾ കേരളത്തിലെ തെക്കേ അറ്റത്തെ നദികളിൽ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? അയിരൂർ പുഴയാണ്. പ്രാചീന കാലത്ത് പല്ലുകയാർ എന്നറിയപ്പെട്ടിരുന്ന നദി മണിമലയാറാണ്. അപ്പോൾ പ്രാചീന കാലത്ത് പുല്ലുകയാർ എന്നറിയപ്പെടുന്ന നദി ഏതായിരുന്നു? അത് മണിമലയാറാണ്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായി പുനർജനിച്ച വരട്ടാർ ഏത് പദ്ധതിയുടെ പോഷക നദിയാണ്? പമ്പയുടെ പോഷക നദിയാണ്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് പുനർജനിച്ച വരട്ടാർ ഏത് നദിയുടെ പോഷക നദിയാണ്? അത് പമ്പയുടെ പോഷക നദിയാണ്. ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകി തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി അത് ഭാരതപ്പുഴയാണ്. അപ്പോൾ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകി തൃശ്ശൂർ, മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഏതാണ്? അത് ഭാരതപ്പുഴയാണ്. 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11 നദികളാണ് കേരളത്തിൽ ഉള്ളത്. അപ്പോൾ 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികളാണ് കേരളത്തിലുള്ളത്? 11 നദികളാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ദ്വീപിനെ ചുറ്റിയൊഴുകുന്ന നദി അഞ്ചരക്കണ്ടി പുഴയാണ്. അപ്പോൾ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ദ്വീപിനെ ചുറ്റിയൊഴുകുന്ന നദി ഏതാണ്? അഞ്ചരക്കണ്ടി പുഴയാണ്. വടക്കൻ കേരളത്തിലെ അയ്യപ്പ ഭക്തർക്കുള്ള ഇടത്താവളം എന്ന നിലയിൽ ആരംഭിച്ച മിനി പമ്പ പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ വടക്കൻ കേരളത്തിലെ അയ്യപ്പ ഭക്തർക്കുള്ള ഇടത്താവളം എന്ന നിലയിൽ ആരംഭിച്ച മിനി പമ്പ പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മദർ തെരേസ ട്രോഫി ജലോത്സവം നടക്കുന്നത് ഏത് കായലിലാണ്? അച്ചൻ കോവിലാണ്. അപ്പോൾ മദർ തെരേസ ട്രോഫി ജലോത്സവം നടക്കുന്നത് ഏത് നദിയിലാണ്? അച്ചൻ കോവിലാണ്. വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പരാമർശമുള്ള നദി കോരപ്പുഴയാണ്. അപ്പോൾ വില്യം ലോഗൻ്റെ മലബാർ മാനുവലിൽ പരാമർശമുള്ള നദി ഏതാണ്? അത് കോരപ്പുഴയാണ്. കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ വേർതിരിച്ച് ഒഴുകുന്ന നദി അത് കല്ലടയാറാണ്. ഇപ്പോൾ കൊല്ലം, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ വേർതിരിച്ച് ഒഴുകുന്ന നദി ഏതാണ്? അത് കല്ലടയാറാണ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി അത് ചീങ്കണ്ണി പുഴയാണ്. അപ്പോൾ ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? അത് ചീങ്കണ്ണി പുഴയാണ്. ഉറവൻ പുഴ, കരിമ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി അത് കടലുണ്ടി പുഴയാണ്. അപ്പോൾ ഉറവൻ പുഴ, കരിമ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി ഏതാണ്? അത് കടലുണ്ടി പുഴയാണ്. ആറന്മുള, മാരാമൺ, ചെറുകോൽപ്പുഴ, കോഴഞ്ചേരി എന്നീ സ്ഥലങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? പമ്പ നദിയുടെ തീരത്താണ്. അപ്പോൾ ആറന്മുള, മാരാമൺ, ചെറുകോൽപ്പുഴ, കോഴഞ്ചേരി എന്നീ സ്ഥലങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? പമ്പയുടെ തീരത്താണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന നദി അത് കരമനയാറാണ്. അപ്പോൾ തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കരമനയാറാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ നമുക്കൊന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിയിട്ട് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോകാം.
അപ്പോൾ ഭൂവിസ്തൃതിയുടെ കാര്യത്തിൽ ഇന്ത്യയിൽ എത്രാമത്തെ സ്ഥാനമാണ് കേരളത്തിന്? 21ാമത്. ഒരു ജില്ലയുമായി മാത്രം അതിർത്തി പങ്കിടുന്ന എത്ര ജില്ലകൾ കേരളത്തിലുണ്ട്? 2 ഏതൊക്കെയാണ്? കാസർഗോഡും തിരുവനന്തപുരവും. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂപ്രകൃതി വിഭാഗമാണ് മലനാട്. മലനാട് ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ല ഏതാണ്? ഇടുക്കിയാണ്. ഇടനാട് ഭൂപ്രകൃതി വിഭാഗത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിന് ലാറ്ററൈറ്റ് മണ്ണാണ്. മനോഹരമായ മീൻകുന്നം ബീച്ച്, തോട്ടട ബീച്ച്, കീഴുന്ന ബീച്ച് ഏത് ജില്ലയിലാണ്? കണ്ണൂരിലാണ്. കേരളത്തിൻ്റെ തീരപ്രദേശത്ത് മണലിൽ നിന്ന് പ്രധാനമായും ഉൽപ്പാദിപ്പിക്കുന്ന ആണവധാതു തോറിയമാണ്. കേരളത്തിലെ തെക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രാമം കളിയിക്കാവിള. കേരളത്തിലെ നദികൾ മൈനർ വിഭാഗത്തിൽപ്പെടുന്ന ആകെ എണ്ണം 40. കേരളത്തിലെ തെക്കേ അറ്റത്തെ നദികളിൽ നീളം കുറഞ്ഞ നദി അയിരൂർ പുഴ. പ്രാചീന കാലത്ത് പുല്ലുകയാർ എന്നറിയപ്പെട്ടിരുന്ന നദി മണിമലയാറാണ്. ഹരിത കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് പുനർജനിച്ച വരട്ടാർ ഏത് നദിയുടെ പോഷക നദിയാണ്? പമ്പയുടെ പോഷക നദിയാണ്. ആനമലയിൽ നിന്നുത്ഭവിച്ച് പാലക്കാട് ചുരത്തിലൂടെ ഒഴുകി തൃശ്ശൂർ മലപ്പുറം ജില്ലകളിലൂടെ ഒഴുകി അറബിക്കടലിൽ പതിക്കുന്ന നദി ഭാരതപ്പുഴ. 100 കിലോമീറ്ററിലധികം നീളമുള്ള എത്ര നദികൾ കേരളത്തിലുണ്ട്? 11. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം ദ്വീപിനെ ചുറ്റി ഒഴുകുന്ന നദി അഞ്ചരക്കണ്ടി പുഴ. വടക്കൻ കേരളത്തിലെ അയ്യപ്പ ഭക്തന്മാർക്കുള്ള ഇടത്താവളം എന്ന നിലയിൽ ആരംഭിച്ച മിനി പമ്പ പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാരതപ്പുഴയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. മദർ തെരേസ ട്രോഫി ജലോത്സവം നടക്കുന്ന നദി ഏതാണ്? അച്ചൻ കോവിലാറാണ്. വില്യം ലോഗൻ്റെ മലബാർ ബാനുവിൽ പരാമർശമുള്ള നദി കോരപ്പുഴ. കൊല്ലം പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ വേർതിരിച്ചൊഴുകുന്ന നദി കല്ലടയാറ്. ആറളം വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ചീങ്കണ്ണിപ്പുഴ. ഒറവൻ പുഴ, കരിമ്പുഴ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നദി കടലുണ്ടിപ്പുഴ. ആറന്മുള, മാരാമൺ, ചെറുകോൽപ്പുഴ, കോഴഞ്ചേരി എന്നീ സ്ഥലങ്ങൾ ഏത് നദിയുടെ തീരത്താണ്? പമ്പയുടെ തീരത്താണ്. തിരുവനന്തപുരം നഗരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? കരമനയാറാണ്.